ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോയ് വേൾഡിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫ്രോൺക്സ് എന്ന് പറഞ്ഞൊരു വണ്ടിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ മെയിനായിട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 4 ഡോർ സ്പീക്കർ, 4 ഡോറിൽ വരുന്ന സ്പീക്കറും നമ്മൾ മാറ്റാണ്. അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ട്യൂട്ടർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കമ്പനി വരുന്ന സ്പീക്കറിൽ ട്യൂട്ടർ വരുന്നില്ല. അപ്പം നമ്മൾ ഈ ഒരു ട്യൂട്ടറാണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല വർക്കിങ്ങുള്ള ട്യൂട്ടറാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ 4 ഡോറിൽ വരുന്ന സ്പീക്കറും നമ്മൾ മാറുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ആ സ്പീക്കറിലും ഒരു ട്യൂട്ടർ വരുന്നുണ്ട്. ഇത് നമ്മൾ സെപ്പറേറ്റ് ഒരു ട്യൂട്ടർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇതാണ് ആ ട്യൂട്ടറിൻ്റെ ബോക്സ്, അതാണ്. അപ്പോൾ ശരിക്കും 6 ഇഞ്ചിൻ്റെ സ്പീക്കറാണ് നമുക്ക് ഇതിലേക്ക് ഡോറിലേക്ക് വരുന്നത്. അപ്പോൾ ഡോറ് ഡാമ്പിങ് കൂടിയും ചെയ്യണമെങ്കിൽ നല്ല വർക്കിംഗ് ഉണ്ടാവും. പക്ഷെ ഇത് ഈ വണ്ടിയിൽ നമ്മൾ ഡോർ ഡാമ്പിങ് ഇല്ല. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന വണ്ടിയിൽ ഡോർ ഡാമ്പിങ് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ 4 സ്പീക്കർ എന്ന് വെച്ചാൽ കസ്റ്റമർ വന്നപ്പോൾ ആൾക്ക് സ്പീക്കർ മാറണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ആൾ ഉദ്ദേശിച്ചത് ഒരു ട്യൂട്ടർ ആഡ് ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ ട്യൂട്ടറിൻ്റെ വർക്കും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു അന്ന് നമുക്ക് സ്പീക്കറും കൂടി അതിൽ മാറ്റാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ സ്പീക്കറും കൂടി അതിൽ മാറുന്നത്. ഇപ്പോൾ പുതിയ സ്പീക്കർ നമ്മൾ വെക്കുമ്പോൾ അതിൽ ഇൻബിൽറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കറിൻ്റെ കൂടെ തന്നെ ട്യൂട്ടർ വരുന്നുണ്ട്. ഈ ട്യൂട്ടർ സെപ്പറേറ്റ് വരുന്നതാണ്. ഇതെന്തായാലും നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആഡ് ചെയ്തതിന് ശേഷമാണ് ആൾ പറഞ്ഞത് അന്ന് സ്പീക്കറും കൂടി മാറാമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മളിതേ ഒരു റെയിൻ ഗാർഡ് നമ്മൾ അതിന് തന്നെ അതിലേക്ക് ആഡ് ചെയ്തുകൊണ്ടാണ്. ഒരു റെയിൻ ഗാർഡ് നമ്മൾ ആഡ് ചെയ്തു. അതിലേക്കാണ് നമ്മൾ ഇങ്ങനെ സ്പീക്കർ ആഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നെറ്റ്വർക്കും കൂടി വരുന്ന ഒരു സ്പീക്കർ. ഇപ്പം ആ ട്യൂട്ടർ നമ്മൾ ആഡ് ചെയ്തില്ല, അതിന് നെറ്റ്വർക്കും കൂടി വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ നെറ്റ്വർക്കാണ് ഞാൻ നേരത്തെ എടുത്ത് കാണിച്ചിരുന്നു. അത് നെറ്റ്വർക്കാണ്. ഇതാണ് നമ്മുടെ ട്യൂട്ടർ വരുന്നത്. ട്യൂട്ടർ കമ്പനി ഫിറ്റ് ചെയ്യുന്ന പോലെ OE ഫിറ്റിംഗ് ആണ്. നമ്മളിത് സൈഡിൽ വരുന്ന അതിൻ്റെ ഫ്ലാപ്പ് ഊരി എടുത്തിട്ട് ഡോർ പോസ്റ്റിൽ വരുന്ന ഫ്ലാപ്പ് ഊരി അതിലേക്ക് നമ്മൾ ട്യൂട്ടർ ആഡ് ചെയ്തു. ഫ്രണ്ട് 2 ഡോറിലേക്ക് നമ്മൾ ഈ ട്യൂട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്യൂട്ടർ വെക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇത്തിരി നല്ല ക്വാളിറ്റി ഉള്ളൊരു ട്യൂട്ടറാണ്, നല്ല വർക്കിംഗ് ആണ്. അതേപോലെ നമ്മൾ സ്പീക്കർ ആഡ് ചെയ്യുന്നത് ഇൻഫിനിറ്റിയുടെ ആൽഫ എന്ന് പറഞ്ഞ സ്പീക്കറാണ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മളിതിൽ ഹോളടിച്ച് ട്യൂട്ടർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷം ആൾ പറയുന്നത് നമുക്ക് സ്പീക്കറും കൂടി മാറാമെന്നുള്ളത്. ഇപ്പം ശരിക്കും നമ്മൾ ഈ സ്പീക്കർ വെക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് ആ ട്യൂട്ടറിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഹോളടിച്ച് ട്യൂട്ടർ ഫിറ്റ് ചെയ്തുകൊണ്ട് ആ ട്യൂട്ടർ കൂടി നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ആ കൂടുതൽ ട്രിബിള് നല്ല ട്രിബിളായിരിക്കും ഇങ്ങനെ വരുമ്പോൾ. 2 ട്യൂട്ടർ വരുമ്പോൾ നല്ല ട്രിബിളായിരിക്കും ഫ്രണ്ടിൽ. അപ്പോൾ ഇതാണ് കമ്പനി വരുന്ന ഇൻഫിനിറ്റിയുടെ ആൽഫ എന്ന് പറഞ്ഞ ഒരു സ്പീക്കറാണ്. ഒരു മോഡലിൽ വരുന്ന സ്പീക്കറാണ്. അപ്പോൾ ഇൻഫിനിറ്റിയിലെ ഏറ്റവും കുറഞ്ഞ സ്പീക്കറാണ് ആൽഫ എന്ന് പറയുന്നത്. പിന്നെ വേറെ 3-4 മോഡലുകൾ വേറെ വരുന്നുണ്ട്. അപ്പോൾ 4 ഡോറിലേക്ക് നമ്മൾ ഇൻഫിനിറ്റിയുടെ ആൽഫ എന്ന് പറഞ്ഞ സ്പീക്കറാണ് നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇതപ്പം റെയിൻ ഗാർഡ് സ്പേസറും അതേപോലെ ഇൻഫിനിറ്റിയുടെ ആൽഫ എന്ന് പറഞ്ഞ സ്പീക്കറും വിത്ത് ട്യൂട്ടർ അത് നമ്മളതിലേക്ക് ആഡ് ചെയ്തു. അത് 4 ഡോറിലേക്ക് നമ്മളത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് കമ്പനി വരുന്ന സ്പീക്കർ, ഇതാണ് കേട്ടോ. അതിൽ ട്യൂട്ടർ ഇല്ല. വളരെ കനം കുറഞ്ഞ ഒരു സ്പീക്കറാണ്. അത് നമ്മൾ ഊരി മാറ്റിയിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഫ്രണ്ട് ഡോറിൽ ഞാൻ ഫിറ്റ് ചെയ്ത് കാണിച്ചു തന്നു. ഇത് ബാക്കിലത്തെ ഡോറിലാണ്. അത് നമ്മൾ മാറ്റിയിട്ട് ഇതേപോലെ ഒരു റെയിൻ ഗാർഡ് സ്പേസർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സ്പേസർ വരുന്നത്. റെയിൻ ഗാർഡ് സ്പേസർ ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് സ്പീക്കർ ആഡ് ചെയ്യുന്നത്. അത് സ്പീക്കറിൻ്റെ ഒരു പ്രൊട്ടക്ഷന് കൂടി വേണ്ടിയിട്ടാണ് ഈ റെയിൻ ഗാർഡ് സ്പേസർ നമ്മൾ വെക്കുന്നത്. ഏത് പുതിയ വണ്ടി ആയാലും മഴ പെയ്യുമ്പോൾ ഡോറിലേക്ക് ഗ്ലാസിൻ്റെ ഇടയിൽ കൂടെ വെള്ളം വീഴുന്നുണ്ട്. നമ്മൾ സാധാരണ കസ്റ്റമർ ഇത് അറിയാറില്ല. ഡോർ പാഡ് അഴിച്ചു നോക്കിയാലാണ് അതിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയിട്ടുള്ളത് അറിയുള്ളൂ. ഇപ്പോൾ സ്പീക്കറിൻ്റെ ഫിറ്റിങ്സിന് പോലും നമ്മളിത് വയർ കട്ടിങ് വരുന്നില്ല. ഇത് ഫ്രണ്ടിലെ ട്യൂട്ടറിനുള്ളതും ഇത് സെപ്പറേറ്റ്. ഇതാണ് സ്പീക്കറിൻ്റെ കപ്ലർ വരുന്നത്. കമ്പനി വരുന്ന വയറിൽ നിന്ന് ശരിക്കും കപ്ലർ എടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് ബാക്ക് ഡോറിലേക്കുള്ള സ്പീക്കറിൻ്റെ ഫിറ്റിങ്സാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, നമ്മൾ റെയിൻ ഗാർഡ് സ്പേസർ ഇടുന്നതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ വെള്ളം വീഴുമ്പോൾ നമ്മൾ ഡോർ പോസ്റ്റിലേക്ക് ഡോർ പാഡിൻ്റെ ഉള്ളിലേക്ക് വെള്ളം വരും. നമ്മളിത് അറിയില്ല. പക്ഷേ ഈ വെള്ളം വരുന്നത് നേരെ സ്പീക്കറിൻ്റെ കണക്ടറിലേക്കാണ് വരുന്നത്. ഈ കണക്ടറിൽ വെള്ളം കയറി കഴിഞ്ഞാൽ അവിടെ ക്ലായു കയറി നമ്മുടെ കണക്ഷൻ കിട്ടില്ല. അതുമാത്രമല്ല സ്പീക്കറിൻ്റെ പേപ്പർ നനഞ്ഞ് അത് കംപ്ലൈൻറ്റ് വരാനും ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ റെയിൻ ഗാർഡ് സ്പേസർ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്.
അപ്പോൾ 4 ഡോറിലേക്ക് നമ്മൾ ഇത് ഇൻഫിനിറ്റിയുടെ ആൽഫ എന്ന് പറഞ്ഞ സ്പീക്കർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫുൾ സ്പീക്കർ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് കേൾക്കാം. അപ്പോൾ നമ്മുടെ ഫിറ്റിങ്സും കാര്യങ്ങളും കഴിഞ്ഞു. 4 ഡോറിൽ ഇതാണ് കമ്പനി വരുന്ന ഒറിജിനൽ സ്പീക്കർ. ഈ സ്പീക്കർ എന്ന് പറഞ്ഞാൽ വളരെ കനം കുറഞ്ഞൊരു മാഗ്നറ്റാണ്, വാട്ട്സ് കുറവാണ്. ഇത് മാറ്റിയിട്ട് നമ്മളിതേ 6 ഇഞ്ചിൻ്റെ ഇൻഫിനിറ്റിയുടെ ആൽഫ എന്ന് പറഞ്ഞ സ്പീക്കർ ഇതേ 4 ഡോറിലേക്ക് നമ്മൾ ആഡ് ചെയ്തു. അതേപോലെ തന്നെ ഫ്രണ്ടിൽ 2 ഡോറിലേക്ക് ഡോറിൻ്റെ പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നമ്മൾ നല്ലൊരു ട്യൂട്ടറും കൂടി നമ്മളിലേക്ക് ആഡ് ചെയ്തു. ഇത്രയും വർക്ക് നമ്മളിതിൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ മുന്നേ ഈ വണ്ടിയുടെ വർക്ക് നമ്മളവിടെ ചെയ്തു പോയിട്ടുള്ളൊരു വണ്ടിയാണ്. നമുക്ക് ഇതിലേക്ക് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ അവർ വന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തത് 4 ഡോറിലേക്ക് വരുന്ന സ്പീക്കർ, അതുപോലെ തന്നെ സെപ്പറേറ്റ് ട്യൂട്ടർ നമ്മളിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഇതേപോലെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.